മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാതെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നുള്ളതാണ്. നാളെ സംസ്ഥാന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കും എന്നാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരം. കൊല്ലത്തു നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കാനും പാർട്ടി തീരുമാനിക്കുന്നു. മുകേഷിന് പറയാനുള്ളത് കൂടി പരിഗണിക്കും എന്നുള്ളതാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. രാജി ആവശ്യം അംഗീകരിച്ചേക്കില്ല എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, എന്താണ് പാർട്ടി നിലപാട്? സെക്രട്ടേറിയറ്റിൽ അത് ചർച്ചയ്ക്ക് വരുന്നില്ല, സംസ്ഥാന സമിതിയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച നാളെ നടക്കാൻ പോകുന്നു. പാർട്ടിയുടെ മനസ്സിൽ എന്താണ് ഗിരീഷ്? റീജിത്ത്, ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ചർച്ചയ്ക്ക് വന്നില്ല. പകരം സംഘടനാ വിഷയങ്ങളും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളും മാത്രമാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തത്. നാളെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ഈ സംസ്ഥാന സമിതി യോഗത്തിൽ മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്ന ചർച്ച നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതുണ്ട്. അതോടൊപ്പം മുകേഷിന് പറയാനുള്ളതും പരിഗണിക്കണം. ഇതിനൊക്കെ ശേഷം മാത്രമായിരിക്കും പാർട്ടി സംസ്ഥാന സമിതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം കൂടുതൽ നിർണായകമാകുകയാണ്. മുകേഷിനെ സംബന്ധിച്ച മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച സംസ്ഥാന സമിതിയിലേക്ക് മാറിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും സംസ്ഥാന സമിതി ഇക്കാര്യം ചർച്ച ചെയ്യട്ടെ എന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. സംസ്ഥാന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച നടക്കും. നമുക്കറിയാം, നേരത്തെ മുകേഷിന്റെ ഈ വിഷയം മുകേഷിനെതിരെയുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ വികാരമാണ് ഇതിനെതിരെ ഉണ്ടായത്. മുകേഷ് രാജിവെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്ന കൊല്ലത്തെ പാർട്ടി നേതൃത്വം വിലയിരുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നാളെ ചേരുന്ന CPIM സംസ്ഥാന സമിതി യോഗത്തിൽ കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി കേൾക്കാനുള്ള ഒരു സുപ്രധാനമായ തീരുമാനമുണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മുകേഷിന് പറയാനുള്ളത് കൂടി പാർട്ടി നേതൃത്വം കേൾക്കും. ഇതിനുശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുക. ശ്രീജിത്ത്, ഗിരീഷ്, ഇതിൽ കൊല്ലത്തെ നേതാക്കളുടെ അഭിപ്രായം അത് വളരെ പ്രാധാന്യത്തോടു കൂടി പാർട്ടി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ ഈ അതിരൂക്ഷമായ വിമർശനം, ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ കൊല്ലത്തെ പാർട്ടിയിൽ മുകേഷിനെതിരെ രൂപപ്പെട്ടതാണ്. മുകേഷ് തന്നെ അത് മനസ്സിലാക്കുകയും പാർട്ടി നേതൃത്വം സംരക്ഷിക്കുന്നില്ല എന്നൊരു കത്ത് പരാതിയായി നൽകുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതിനിടയിൽ മറിച്ചൊരു തീരുമാനം കൊല്ലത്തെ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. സംസ്ഥാന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ളൊരു തീരുമാനം എന്താണ് VA ഗിരീഷ്? നാളെ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തുക. ഏതായാലും മുകേഷിനെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മുകേഷിന് പറയാനുള്ളത് കൂടി പരിഗണിക്കേണ്ടത് ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുകേഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചതും തന്റെ അഭിഭാഷകന് മുന്നിൽ അവതരിപ്പിച്ചതും പിന്നീട് കോടതിയിൽ പറഞ്ഞതുമായ നിരവധി കാര്യങ്ങളുണ്ട്. ഇത് സംസ്ഥാന നേതൃത്വം ഗൗരവത്തിലെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ താൻ ഒരു ബ്ലാക്ക്മെയിലിങ്ങിന് വിധേയനായതാണ്, അല്ലെങ്കിൽ ആ ഒരു ശ്രമമാണ് തനിക്കെതിരെ നടന്നത് എന്നുള്ളതാണ് മുകേഷ് നേരത്തെ മുതൽ ആരോപിക്കുന്നത്. സ്വാഭാവികമായും ഈ വാദം തന്നെയാകും മുകേഷ് പാർട്ടി നേതാക്കളുടെ മുന്നിലും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലും അവതരിപ്പിക്കാം. രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട മുകേഷ് പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും സമർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ വാദം കൂടി പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രാജി എന്ന ആവശ്യം അംഗീകരിച്ചേക്കാൻ ഇടയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത്, ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുകേഷ് MLA-ക്കെതിരായ കേസ് ചർച്ച ചെയ്യുന്നില്ല CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വിഷയം നാളെ സംസ്ഥാന സമിതി ചർച്ച ചെയ്യും എന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. കൊല്ലത്തു നിന്നുള്ള നേതാക്കളെ കൂടി കേൾക്കണം എന്നുള്ള ഒരു നിലപാട് പാർട്ടിയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ കൊല്ലത്തെ നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ല. തന്നെ വേട്ടയാടുമ്പോൾ ഒരു പാർട്ടി MLA എന്നുള്ള നിലയിലാണ് തന്നെ വേട്ടയാടുന്നത്. ആ നിലയ്ക്ക് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തനിക്ക് പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനം മുകേഷ് നേരത്തെ ഉയർത്തുകയും ചെയ്തതാണ്. മുകേഷിന് പറയാനുള്ളത് കൂടി അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ള നിലപാടിലേക്ക് CPIM എത്തുകയാണ്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ചർച്ചയിലേക്ക് ഈ വിഷയം വന്നിട്ടില്ല. സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയായത് എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. പക്ഷേ നാളെ സംസ്ഥാന സമിതിയിൽ ഇത് ചർച്ചയ്ക്ക് വരുന്നു. നാളെ ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട്, രാജിയുമായി ബന്ധപ്പെട്ട് CPIM-ൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.